അപ്പോ തിരുനാവായ എന്ന് പറയുന്നത് ഭാരതപ്പുഴ ഒഴുകുന്നു. ഭാരതപ്പുഴ ഇനിയിപ്പോ അവര് പറയാണ്, സംഘപരിവാർ RSS ശക്തികൾ പറയാണ്, ഇത് ഞങ്ങളുടെ അമ്മയാണ്, ഇവിടെ മറ്റുള്ള സമുദായക്കാർ ഇനി ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ അത് മനഃപൂർവ്വമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയുള്ള മതേതരവാദികളും ഹിന്ദുക്കളും, മതേതരവാദികളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മനസ്സിലാക്കണം. അതായത് ആർക്കും പതിച്ചു കൊടുത്തിട്ടില്ല. അതെന്ന് പറയുന്ന കേരളത്തിന്റെ പൊതുസ്വത്താണ് ഭാരതപ്പുഴ എന്ന് പറയുന്നത്. അവിടെ ഇനിയിപ്പോ അവരില്ലാത്ത കോലാഹലങ്ങൾ ഓരോ വർഷവും ഇനി ഉണ്ടാകും. കുംഭമേള 260 വർഷങ്ങൾക്ക് ശേഷം 150 വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് നടത്തിയെന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും ഇവിടെ സംഭവിക്കാത്ത കാര്യങ്ങളാണ്. ഇത് വേറൊന്നുമല്ല. അവിടെ ഒരു സന്യാസി എന്ന് പറയുന്ന ഒരു ഗുണ്ട, ഈ സന്യാസി എന്ന് പറഞ്ഞാലും സ്വാമി എന്ന് പറഞ്ഞാലും മഹർഷി എന്ന് പറഞ്ഞാലും അവര് ഈ ലോകത്തിലുള്ള സുഖ സൗകര്യങ്ങളെല്ലാം ത്യജിച്ച് ഒരു പ്രത്യേകമായ ഒരു വിഭാഗം ആൾക്കാരാണ്. നിങ്ങൾ കാണും, ഞാൻ ആ വീഡിയോ ഇപ്പൊ കാണിച്ചു തരാം. 2047 ആകുമ്പോൾ ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുമെന്നുള്ള പ്രഖ്യാപനം നടക്കുന്നു. ഞാനല്ല ഇത് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ പൊട്ടന്മാരാണോ ഇവിടുത്തെ ഹിന്ദുക്കൾ? പൊട്ടന്മാരാണോ? ബുദ്ധിയില്ലെന്നാണോ ഇവരൊക്കെ വിചാരിക്കുന്നത്? ഈ കോടതിയൊക്കെ പോകും. ഇവിടെ വരാൻ പോകുന്നത് ശരീഅത്ത് കോടതിയാണെന്ന് അവർ പറയുന്നു. അത് വേണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ. ഇവിടെ വരാൻ പോകുന്നത് മതാധിഷ്ഠിത രാഷ്ട്രമാണെന്ന് അവർ പറയുന്നു. ഞാനല്ല. വേണമോ വേണ്ടയോ, അതിന് അവസരം കൊടുക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ. ഉണർന്ന് പ്രവർത്തിക്കൂ, ചിന്തിക്കൂ. നാളത്തെ നമ്മുടെ ഭാവി ബംഗ്ലാദേശിലുള്ള ഹിന്ദുവിന്റെ ഭാവി ആകരുത്. പാകിസ്ഥാനുള്ള ഹിന്ദുവിന്റെ അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാകരുത്. ഈ ഭാരതത്തെ കട്ടിംഗ് സൗത്ത് എന്ന പേരിൽ തമിഴ്നാടും കേരളവും ആന്ധ്രയും മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ഗോവയും തെലങ്കാനയും ഒക്കെ ചേർത്തുകൊണ്ട് രണ്ടായി മുറിക്കുവാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. 2047 ആകുമ്പോൾ ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുമെന്നുള്ള പ്രഖ്യാപനം നടക്കുന്നു. ഞാനല്ല ഇത് പറയുന്നത്. അയാൾ ഒരു ഗുണ്ടായെ പോലെയാണ് പ്രസംഗിക്കുന്നത്. ഗുണ്ട, അതായത് RSS ഗുണ്ട എങ്ങനെയാണ്? അയാളുടെ ഇളിയിൽ തപ്പി നോക്കിയാൽ ഇനി അറിയാൻ കഴിയും അയാളെ കഠാരയുണ്ടാ, ഇനി ബോംബുണ്ടാന്ന്. കാരണം ഇവർ എന്ത് ചെറ്റത്തരവും കാണിക്കും. കേരളത്തിൽ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു സ്വാമി അല്ലെങ്കിൽ ഒരു മഹർഷി പ്രസംഗിക്കുന്ന രീതിയിൽ അയാൾ വിദ്വേഷ പ്രസംഗമാണ്, വർഗീയ പ്രസംഗമാണ് അവിടെ നടത്തിയത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ തന്നെ നടത്തുന്നെന്ന് പറഞ്ഞാൽ അതിനൊക്കെ പ്രത്യേകമായ ഒരു ഉദ്ദേശം അവർക്കുണ്ട്. അവരുടെ അജണ്ട എന്ന് പറയുന്നത് 2 MP-മാരുമായി പാർലമെന്റിൽ ഇരുന്ന അവരിന്ന് ഇന്ത്യ ഭരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ അജണ്ട നടപ്പാക്കുന്നതെന്ന് പറയുന്നത്, അതിന്റെ രൂപരേഖ തയ്യാറാക്കുന്നതെല്ലാം RSSകാരാണ്. ഇവിടെയുള്ള ക്രിസ്ത്യാനികളും ഇവിടെയുള്ള മുസ്ലിങ്ങളും ഇവിടെയുള്ള ദളിതന്മാരും അത് മനസ്സിലാക്കണം. ഇവിടെയുള്ള മതേതര ഹിന്ദുക്കളും അത് മനസ്സിലാക്കണം. നമുക്ക് നമ്മുടേതായ സംസ്കാരമാണ്. വടക്കേ ഇന്ത്യൻ സംസ്കാരം ഇവിടെ വേണ്ട.